ഗൈസ്, നമ്മളുടെയൊക്കെ എപ്പോഴുള്ള ചോദ്യമാണ് നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ എന്ന് ഫിഫ വേൾഡ് കപ്പിൽ കളിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന വർഷങ്ങളുടെ കണക്കൊക്കെ ഉണ്ട്. അതല്ലാണ്ട് പറയുന്നൊരു കാര്യമാണ് ഇന്ത്യ എന്ന് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നു അന്ന് കളിക്കും, അല്ലെങ്കിൽ വല്ല 128 രാജ്യമൊക്കെ ആയാൽ കളിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇതുവരെ 32 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത വർഷം മുതൽ 48 ആകും. എങ്കിലും ഇന്ത്യക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാണെങ്കിൽ 128 ആകുന്നില്ല. പക്ഷേ ഒരു സാധ്യത വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 2030 വേൾഡ് കപ്പിലേക്ക് വരുന്നൊരു സമയത്ത് 64 രാജ്യങ്ങളാക്കാം എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇഗാൻഷിയോ അലോൺസോ എന്ന് പറഞ്ഞിട്ടുള്ള ഉറുഗ്വേ ഡെലിഗേറ്റ് ആണ് ഇങ്ങനത്തെ ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇനി മുതൽ അതൊരു 64 രാജ്യമാക്കുന്ന ഒരു ടൂർണമെൻ്റ് ആക്കി മാറ്റാനാണോ എന്നുള്ളത്. അതൊരിക്കലുമല്ല. കാരണം ഇപ്പോൾ മാത്രമാണല്ലോ 32-ൽ നിന്ന് 48-ലേക്ക് മാറ്റിയത്. 2030 വേൾഡ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകകപ്പിൻ്റെ 100ാം വാർഷികമാണ്. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് വേൾഡ് കപ്പ് നടക്കുന്നത് 1930-ലാണ്. ഉറുഗ്വേയിൽ വെച്ചിട്ടാണ് ആ ഒരു വേൾഡ് കപ്പ് നടന്നത്. അപ്പം അതേ രാജ്യത്തിൻ്റെ ഡെലിഗേറ്റ് ആണ് ഇങ്ങനത്തെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വേൾഡ് കപ്പ് നടക്കുന്നത് 3 കോണ്ടിനെൻസിൽ വെച്ചിട്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മെയിൻ ഹോസ്റ്റായിട്ട് വരുന്നത് പോർച്ചുഗലും സ്പെയിനും മൊറോക്കോയുമാണ്. അതിന് പുറമെ ഉറുഗ്വേ, പരാഗ്വേ, അർജന്റീന എന്നീ രാജ്യങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ ഒരു വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അവരൊരു ആനിവേഴ്സറി ഹോസ്റ്റ് എന്ന നിലയിലാണ് വരുന്നത്. സോ അങ്ങനെ ഡിഫറെൻറ്റ് കോണ്ടിനെൻസിൽ വെച്ച് നടക്കാൻ പോകുന്ന ഒരു വേൾഡ് കപ്പ് ആയിരിക്കും 2030 വേൾഡ് കപ്പിൻ്റെ 100ാം വാർഷികം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഒരു 64 രാജ്യങ്ങൾ എന്ന് പറയുന്നൊരു പ്രപ്പോസൽ വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ലോജിസ്റ്റിക്കൽ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇത്രയും രാജ്യങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റുമെന്നുള്ളത്. പക്ഷേ അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്നൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ ഒരു ഹോസ്റ്റ് എന്ന നിലയിൽ വരുന്നതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന നിലയ്ക്ക് കാണാൻ പറ്റുന്നത്. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 64 ടീമാക്കുമ്പം നിലവിലേക്കുള്ള ഒരു ഫോർമാറ്റിൻ്റെ ഇരട്ടി മത്സരങ്ങൾ വരും. അപ്പം അതിൻ്റെ ദൈർഘ്യവും കൂടുന്നൊരു സാഹചര്യത്തിലേക്ക് വരും. അപ്പം അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? കാരണം വളരെ കുറഞ്ഞൊരു കാലയളവാണല്ലോ ഒരു ബ്രേക്ക് എന്ന നിലയിൽ കിട്ടുന്നത്. അല്ലാത്ത സമയത്തൊക്കെ ക്ലബ് മാച്ചസ് ഒക്കെ നടക്കുന്ന സാഹചര്യമാണ്. അപ്പം അതും ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫിഫ പ്രസിഡന്റ് ആയിട്ടുള്ള ഇൻഫാന്റിനോ പറഞ്ഞത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസലാണ്. അത് പരിഗണിക്കപ്പെടും, അനലൈസ് ചെയ്യും, അതിനുശേഷം ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തും എന്നുള്ളതാണ്. എന്താണെങ്കിലും അത് നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഫിഫ മെമ്പേഴ്സ് എന്ന നിലയിലുള്ളത് 211 രാജ്യങ്ങളാണ്. ഏതാണ്ട് 211 രാജ്യങ്ങളിൽ 4/1 രാജ്യങ്ങൾ അല്ലെങ്കിൽ അതിന് മുകളിൽ രാജ്യങ്ങൾക്ക് ഫിഫയുടെ ഒരു ടൂർണമെൻറ്റിൽ ഫിഫ വേൾഡ് കപ്പിൽ കളിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മുന്നിലോട്ട് വരുന്നത്. ഇത് നടന്നാൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് ഏഷ്യൻ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ഒക്കെയാണ്. കാരണം ഒരുപാട് ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ് അവിടെ നിന്ന് വരുന്നുണ്ട്. ഒരുപാട് രാജ്യങ്ങളല്ലാണ്ടുണ്ട്. അതുപോലെ ഇതുവരെ വേൾഡ് കപ്പ് കളിക്കാത്ത രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വേൾഡ് കപ്പിലേക്ക് ഒരിക്കൽ കളിക്കാൻ പറ്റുന്ന ഒരു ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും ഈ പറഞ്ഞ 64 വേൾഡ് കപ്പ് ടീമുകൾ ഉണ്ടാകുക എന്ന് പറയുന്നൊരു സാഹചര്യം 2030 വേൾഡ് കപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. ചിലപ്പോൾ അതിന് മുമ്പോ ശേഷമോ ഒക്കെ അതിന് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ നമ്പേഴ്സൊക്കെ കൂട്ടുന്നൊക്കെ സാഹചര്യം എന്നാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നിലവിൽ നമുക്കിപ്പോൾ ഏഷ്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മുമ്പ് 32 രാജ്യങ്ങളായിരുന്ന സമയത്ത് 4+1 ആയിരുന്നു ഉണ്ടായിരുന്നത് സ്ലോട്ട്. ഇപ്പോൾ അത് 8+1 ആക്കി. അത് ഇനിയും കൂടുന്ന സമയത്ത് ചിലപ്പം 12-ഓ 13-ഓ ഒക്കെ ആകാനുള്ളൊരു സാധ്യത വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ പല രാജ്യങ്ങൾക്കും വേൾഡ് കപ്പ് കളിക്കാത്ത പോലും പല രാജ്യങ്ങൾക്കും, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് പോലും ഒക്കെ വേൾഡ് കപ്പ് എന്ന് പറയുന്നൊരു സ്വപ്നം കാണാൻ പറ്റും. പക്ഷേ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ നമ്മളതാണല്ലോ, വർക്ക് ചെയ്യാണ്ട് അതിനേക്കാൾ ഒരുപാട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഫൈനൽ സ്റ്റേജ് ഓഫ് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻസ് 18 രാജ്യങ്ങളാണ് മത്സരിക്കുന്നത്. അവിടേക്ക് പോലും ക്വാളിഫൈഡ് ആകാനായിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ 13 ആക്കിയെന്ന് പറഞ്ഞാലും കാര്യമില്ലല്ലോ. ബെസ്റ്റ് 18 എന്ന ലെവലിൽ പോയി നമ്മൾ ഇപ്പോൾ നിൽക്കുന്നില്ല. അപ്പം അത്രമാത്രം കോമ്പറ്റീഷൻ എങ്കിൽ പോലും ഉണ്ട് എന്നുള്ളൊരു സാഹചര്യമാണുള്ളത്. സോ ഇതിനെപ്പറ്റി ഡിഫറെൻറ്റ് അഭിപ്രായങ്ങളുണ്ട്. അത് വേണ്ട, അതിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടുത്തുക എന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ കൂടുതൽ രാജ്യങ്ങൾക്ക് കളിക്കാനാകുമല്ലോ എന്ന് പറയുന്നൊരു അഭിപ്രായമുണ്ട്. എനിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വർഷത്തിൽ മാത്രം അങ്ങനെ ഒരു 64 രാജ്യം എന്ന നിലയിൽ നടത്തുന്നത്, പ്രത്യേകിച്ച് 100ാം വാർഷികം എന്ന നിലയിൽ നടത്തുന്നതിൽ വലിയ തെറ്റില്ല. ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ടൂർ വേൾഡ് കപ്പ് തന്നെ ആയിരിക്കും 2030. കാരണം ഈ 100ാം വാർഷികമൊക്കെ ആയതുകൊണ്ട്. അപ്പം അത്രയും അതിൽ പങ്കെടുത്ത ടീമുകളെന്ന് പറഞ്ഞാൽ ഒരുപാട് ടീമുകൾ ഉണ്ടാകുന്നതിൽ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ നമ്മൾ ഇന്ത്യൻ ഫാൻ എന്ന നിലയിൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു പ്രതീക്ഷയൊക്കെ വെക്കാമല്ലോ, കുറച്ചെങ്കിലും ഒക്കെ. സോ അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഈ ഒരു വിഷയത്തെ പറ്റിയുള്ളതെന്ന് വെച്ചാൽ കമ്പോസ് സൈനിങ് ഓഫ്.